ഹലോ, അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ അടുത്തൊരു പാഴ്സൽ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളർ ചേഞ്ചും അതുപോലെ തന്നെ ഈർക്കിൽക്കര, കമ്പിക്കര അങ്ങനെ പേരൊക്കെയുള്ള കുറച്ച് സെറ്റ് മുണ്ടുകളും കൂടിയൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെറ്റ് മുണ്ടിന് പുളിയിലക്കര എന്നുള്ളൊരു പേരല്ലാതെ ഇങ്ങനെയൊക്കെ പേരുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴായിട്ട് അറിയണത്. പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ വർക്ക് കൂടുതലുള്ള കാരണം ഇപ്പോൾ വീട്ടിൽ എല്ലാവരും നമ്മുടെ കൂടെ ഹെൽപ്പിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വർക്ക് നമ്മൾ ഈ ഒരു ഗോൾഡൻ കമ്പിക്കരയിൽ ഒരു താമരയുടെ ഡിസൈനായിട്ടാണ് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരുപാട് നിർബന്ധിച്ചതിൻ്റെ പേരിൽ ചെയ്യാമെന്ന് കരുതിയതാട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഓണത്തിന് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ഉണ്ടാവും തോന്നണില്ല. ഓണം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേണൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഫ്രോക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ഡ്രസ്സുകളും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഓർഡർ ആണെങ്കിലും ഇവിടെ നാട്ടിലേക്കുള്ള അഡ്രസ്സിലേക്കാണ് ഇതെല്ലാം അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്തിരിക്കുന്നത് എ-ലൈൻ മോഡലിൽ സ്ലീവിനൊക്കെ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലെല്ലാം ഞാൻ തന്നെയാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായെങ്കിലും ഇടാനായിട്ടുള്ളൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു 4 ഫ്രോക്ക് ചെയ്തതിൽ കസ്റ്റമറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആയിരുന്നു കേട്ടോ ഞാൻ ഈ ലാസ്റ്റ് കാണിച്ചത്. പിന്നെ ഓണത്തിൻ്റെതായിട്ടുള്ള പല വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു ഈ ഒരു താമരയുടെ ഡിസൈൻ. സാധാരണ നമ്മൾ സെറ്റ് മുണ്ടിലൊക്കെ ചെയ്യണതിലൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഇതിലും നമ്മൾ വർക്ക് ചെയ്തെടുത്തിരിക്കണം കേട്ടോ. ആ ഒരു മുണ്ടിൻ്റെ കുത്തണ ഭാഗത്ത് വലിയൊരു ഫ്ലവറായിട്ടും അതുപോലെ തന്നെ മുന്താണിയിലും പിന്നെ നമ്മൾ ആ ഒരു പിൻ ചെയ്യുന്ന ഭാഗത്ത് മാത്രമായിരിക്കും എംബ്രോയ്ഡറിയുടെ വർക്ക് വരണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.